അപ്പൊ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമ അള്ളയാണ് എന്ന് അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചു. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ ഒന്ന് ആയത്താണ് കൽപ്പിച്ചത്. ഇനി അതാ മുത്ത് മുസ്തഫയുടെ ഹദീസില്ലേ, അതാ അവിടുന്ന് എന്താ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകൾ അതാ കഅബയുടെ പരിസരത്തെത്തി തവാഫ് നടത്തുമ്പോ അതാ അവർ തൽബിയത്ത് ചൊല്ലുന്നുവല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ. എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന് അബൂജഹലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആരെയാണ് അബൂജഹലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മ എന്ന് വിളിക്കാറുണ്ടോ? ഉസ്സയെ വിളിക്കാറുണ്ടോ? ഹുബലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവര് വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാ എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. നല്ല തൽബിയത്ത്. നിനക്കൊരു പങ്കുകാരുമില്ല. അതാ മുശ്രിക്കാ പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക, ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളി ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്. ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്. നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയം കഴിവ് അവർക്കില്ല. ആരിൽ നിന്നും കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല. എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര്. ഈ തൽബിയത്ത് ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏഴാമത്തെ എന്താണ്? അല്ല, ആറാമത്തെ മദ്ഹ് എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് അല്ലാഹു എന്ന് അംഗീകരിച്ചത് ആരാടോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പേരോടൊന്ന് കേൾക്കണം. മഹാഭൂരിപക്ഷം ജനങ്ങളും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ മുശ്രിക്കുകളും ഏതാണ്ട് അവരൊക്കെ അല്ലാഹുവിന്റെ അഥവാ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്. ഒരു ശക്തിയുണ്ട് എന്ന് അംഗീകരിച്ചവരാണ്. അല്ലാഹു എന്ന് നമ്മൾ പേര് പറയും പോലെ അതാ അറേബ്യൻ മുശ്രിക്കുകളും അതേ പേരിൽ തന്നെയാണ് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. ലാത്തയെ അവർ ആരാധിച്ചിട്ടുണ്ട്, ഉസ്സയെ ആരാധിച്ചിട്ടുണ്ട്, മനാത്തയെ ആരാധിച്ചിട്ടുണ്ട്, ഹുബലിനെ ആരാധിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒരു സമയത്ത് പോലും ലാത്തയെ നേരിട്ടുകൊണ്ട് യാ അല്ലാഹ് അല്ലാഹുവേ എന്നവര് വിളിച്ചിട്ടില്ല, അല്ലാഹുമ്മ എന്നവര് വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. അല്ലാ എന്ന പേര് അവർ ലാത്തക്ക് ഇട്ടിട്ടില്ല, ഉസ്സയെ വിളിച്ചിട്ടില്ല, ഹുബലിനെ വിളിച്ചിട്ടില്ല. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പോ അല്ലാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല മുശ്രിക്കുകളായി പോയത്. ഇനി ഏഴാമത്തെ വാദം എന്താണ്? അള്ളാഹുവിന് വേണ്ടി തന്നെ ഇബാദത്തുകൾ എടുത്തു. ആ അറേബ്യൻ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള ഇബാദത്തുകൾ നമ്മൾ എണ്ണിയിട്ടുണ്ട്. അതൊക്കെ അവർ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ആ കാര്യവും തെളിവ് സഹിതം സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പേരോട് മിണ്ടിയിട്ടില്ലല്ലോ. ഒന്ന് വായ തുറന്നുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മറുപടി പറയണം. ആ കൃത്യമായ വിവരണവും കഴിഞ്ഞ CD-യിലുണ്ട്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു.
അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഓഹോ, അപ്പൊ അവർ ഇത്ര വലിയ നല്ല മുഅ്മിനുകളാണോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും വെച്ച് കെട്ടേണ്ടതില്ല. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട. അബൂജഹൽ മുഅ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ. എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന അബൂജഹലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആരെയാണ് അബൂജഹലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മ എന്ന് വിളിക്കാറുണ്ടോ? ഉസ്സയെ വിളിക്കാറുണ്ടോ? ഹുബിലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവര് വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാ എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. നല്ല തൽബിയത്ത്. നിനക്കൊരു പങ്കുകാരനില്ല. അതാ മുശ്രിക്കാ പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക. ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളി ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്. ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്. നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയം കഴിവ് അവർക്കില്ല. ആരിൽ നിന്നും കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല. എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര്. ഈ തൽബിയത്ത്, ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അബൂജഹൽ എങ്ങനെയാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്? അബൂജഹൽ വിളിച്ചു ദുആ ചെയ്ത അള്ളാഹ് ആരാണ്? ശരിക്കും പഠിച്ചു വെച്ചോ സുഹൃത്തുക്കളെ. അതാ അബൂജഹൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിന് പുറപ്പെടുന്ന അവസരത്തിലതാ കഅബ ശരീഫിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അതാ നമുക്ക് ഈ ബദർ കിസ്സപ്പാട്ടിൽ തന്നെ കാണാം. ഇറയോനേ ഹാദൽ ബൈത്തുടെ നായനെപ്പൊട് ബാത്തിലെ രണ്ടിൻ ഇടയൈ പീരിത്തരുളീടിനി ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നിതായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടതുത്തിരം ചെയ്തിട് നീ ഇരവിന് ഹാക്കിമേ സിത്ര അകലാക്കിനൈ കദർ അകലാക്ക് നിന്നുസ്റ ഫത്ഹാക്കുനൈ പട്ടാങ്ങിൽ റാഹിമവൻ കബുലാക്കിടൈ സത്യമാൽ. മൊയ്ൻകുട്ടി വൈദ്യരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരുടെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് കാണാം. ഇതെന്തിനാ സൂചിപ്പിച്ചതെന്നോ? ഖുർആനായത്ത് കേട്ടാൽ ചിലർക്ക് വിശ്വാസം വരില്ല, ചിലർക്ക് ആ മാലപ്പ കേട്ടാലേ തൃപ്തിയാവുകയുള്ളൂ. മാലയിലുണ്ടോ? അതേപോലെ തന്നെ മൗലിയിലുണ്ടോ? എങ്കിൽ ഇതാ അബൂജഹല് അതാ ഖുർബായ് കഅബ
കഅബത്തുടെ കില്ല പിടിത്ത്, അതാ കുർബായി കഅബയുടെ കില്ല പിടിത്തുകൊണ്ടാ ചോദിക്കുന്നത്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ, ഈ ബൈത്തിന്റെ ഈ കഅബാലയത്തിന്റെ നാഥനായ റബ്ബിനോട് അവൻ ചോദിക്കുകയാണ്, ഈ രണ്ട് കക്ഷികളിൽ ബാത്തിലിന്റെ കക്ഷിയും സത്യത്തിന്റെ കക്ഷിയും ഉണ്ടല്ലോ, അവർക്കിടയിൽ നീ പിരിക്കണം. ആരാണ് സത്യത്തിന്റെ കക്ഷിയെങ്കിൽ നീ അവരെ കാത്തുകൊള്ളണം, നീ അവർക്ക് വിജയം നൽകണം.